അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി, കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് 16 നോമ്പിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇന്ന് നോമ്പ് തുറക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടി കൊണ്ട് അടയാണ് കേട്ടോ. അപ്പോൾ പാക്കറ്റ് ആട്ടപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ്. അപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് മധുരമുള്ളതല്ല കേട്ടോ. അട എന്ന് പറഞ്ഞാൽ ഇതിൽ ചിക്കൻ്റെ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കണം അതേ ഫില്ലിങ്സാണ്. അത്യാവശ്യം ഞാൻ എരിവിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കന് ഒരു കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ 2 കഷ്ണം പൊരിച്ചിങ്ങാണ്ട് അതും കൂടി ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇങ്ങനെ അട ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ. പിന്നെ ഈ നോമ്പ് സമയത്ത് തന്നെ മധുരമുള്ളത് അങ്ങനെ കഴിക്കാൻ വയ്യ. നോമ്പറക്കുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അത് നോമ്പാകുമ്പോൾ പിന്നെ നമുക്ക് നോമ്പറക്കുന്ന സമയത്തേക്ക് വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഉപ്പ് ഇട്ടുകൊണ്ട് കുഴച്ചെടുത്താണ്. എന്നിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിൻ്റെ മാവിൻ്റെ അതൊക്കെ രൂപത്തിലാക്കി ഒന്ന് അത്യാവശ്യം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തുങ്ങാണ്ട് പ്രസ്സും അമർത്തിങ്ങാണ്ടാണ് വെച്ചത് തന്നെ കേട്ടോ. അപ്പോൾ മോള് കൂടെ ഉണ്ട് സഹായത്തിന്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണിയിരിക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾ എന്ത് കളിയാണെങ്കിലും നമ്മളെ കൂടെ വരും കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ടാണ് ഓരോന്ന് ചെയ്യണത്. അപ്പോൾ ഓരോ പത്തിരി കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെക്കാനുണ്ട്. എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ പറയണ്ടാണ്ട് പോയിക്കോ എനിക്ക് ചെയ്യണ്ടെന്നൊക്കെ പറയണ്ട. എന്ത് പറഞ്ഞിട്ട് എന്താ ഓൾക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവിയിൽ പൊയിഞ്ഞെടുക്കണേനല്ല അടാന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ എണ്ണയിലോട്ട് പൊരിച്ചെടുക്കണത് ആവിയിൽ പൊയിങ്ങാന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ ഈ ആട്ടപ്പൊടിയും ഇതും കൂടി ആകുമ്പോൾ തന്നെ ഒന്നും കൂടി കഴിക്കാൻ രുചി ഉണ്ടാവണമെങ്കിൽ ഒന്ന് പൊരിച്ചതാണ് ഈ കരയുടെ രുചി. പിന്നെ നമുക്ക് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടാകുമ്പോൾ ആവിയിലൊക്കെ പൊയിഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ ഈ നോമ്പ് സമയത്ത് ഇനി അത് പറ്റാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കാമെന്ന് കരുതി. എണ്ണ അങ്ങനെ പറ്റാത്തവർക്കൊക്കെ ഇതുപോലെ ആവിക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും കണ്ട് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, മുക്കി പൊരിക്കാതെ. അപ്പോൾ അതാ നമ്മളെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മസാല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ മസാല ഉണ്ടാക്കണ പേടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ചിക്കൻ മസാല ഒക്കെ ചേർത്ത് ഉള്ളിയൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ചിക്കൻ പൊരിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഉഷാറുണ്ടായിരുന്നു. കറിവേപ്പിലയും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്തിട്ട് എന്താ ചട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ എന്താണ് തരി കാച്ചിയതും ഇതൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇന്ന് നമുക്ക് ഇറച്ചി പിന്നെ കറി ഉണ്ടല്ലോ അത് പള്ളിക്കൊന്ന് കിട്ടും. പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കി ചെയ്താൽ പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്തിരി പള്ളിയൊക്കെ കൊണ്ടുപോകും ചെയ്യാം നമുക്ക് വിചാരിച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ചോറൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ നോമ്പായിട്ട് 2 ദിവസം മാത്രമേ ചോറുണ്ടാക്കിയിട്ടുള്ളൂ. കിടക്കുന്ന സമയത്ത് കുറച്ച് തിന്ന് ബാക്കിയൊക്കെ ബാക്കിയായിട്ടോ. അപ്പോൾ ആരും കഴിക്കണില്ല. അപ്പോൾ കടി ഉണ്ടാക്കുമ്പോൾ അത് തന്നെ. പിന്നെ അത്താഴത്തിന് നീച്ചിട്ട് എന്തെങ്കിലും ദോശ പുട്ടെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഈ കറി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് വറുത്തരച്ചിട്ടും കൊണ്ട് കറിയാക്കാമെന്ന് കരുതി. പിന്നെ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കണ സമയത്ത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തേങ്ങ വറുത്ത് ഫ്രിഡ്ജിലുണ്ടല്ലോ അപ്പോൾ വറുത്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പം അന്നാ വറുത്ത് വെച്ചത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതിക്ക് കുറച്ച് പച്ച തേങ്ങയും വറുത്തതും കൂടി കൂട്ടിയിട്ടാണ് അരച്ചെടുക്കൽ. അപ്പോൾ കഴിക്കണ സമയത്താണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കൂട്ടാൻ വിചാരിച്ചു. പിന്നെ അത്യാവശ്യം കറി വേണമല്ലോ. അപ്പോൾ കുറച്ചും കണ്ട് എടുത്ത് വെച്ചിങ്ങാണ്ട് അതിക്ക് വറുത്തതും കൂടി അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കറി പത്തിരിക്കൊക്കെ കറിയാണ് ഇഷ്ടം. പിന്നെ ഞാനെന്താ തണ്ണിമത്തൻ്റെ കഷ്ണം കൂടി ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുക്കുള്ളൂ കേട്ടോ നമ്മൾ. പിന്നെ കുറച്ച് ഓറഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പുളിപ്പുണ്ട്. അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് കരുതി പഞ്ചസാരയും കൂടി ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ബദരീങ്ങളാണ്ടിൻ്റെത്. അപ്പോൾ നമ്മൾ എടുത്തുള്ള ഒരു പള്ളിക്കത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടത്. പിന്നെ ഉണ്ടായെന്ന് നമ്മളെ മഹല്ല പള്ളിക്കത്തെ ബദരീങ്ങളെ നേർച്ചുണ്ടാവില്ലേ അന്ന് കേട്ടോ. പിന്നെ നോമ്പറക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല കേട്ടോ, നോമ്പറക്കലില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പത്തിരി ഉണ്ടാക്കി വെച്ച് രാവിലെ തന്നെ. പിന്നെ അതിന് കൊണ്ടുപോകലും ആയാലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ പണിയൊന്നും ഇല്ലാത്ത കാരണം തന്നെ അസർക്ക് അടുക്കളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എളുപ്പം സ്നാക്സ് ഉണ്ടാക്കി വെച്ച്. അപ്പോൾ അതാ ഇത് തൊലിക്കുന്ന സമയത്ത് മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനൊരു പണിയെടുക്കുമ്പോൾ ഓളും കൂടി വരും. പിന്നെ ഈ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ കയ്പ്പ് വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് തൊലി കളഞ്ഞാണ്ട് ഇതുപോലെ വിലങ്ങത്തിലൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിരിക്കട്ടെ. നമ്മൾ ചെറുനാരങ്ങൊക്കെ പിയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യൂല, മസാല അടിക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നടുഭാഗത്താണ് ഈ കരഞ്ഞിൻ്റെ കുരുവൊക്കെ.
അപ്പോൾ കുരുവൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ ടൈമായി തുടങ്ങിയിട്ട് ആ നേരത്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. പിന്നെ അധികം ഒന്നും തണുപ്പിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് കട്ടൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ തണുപ്പൊന്നും എടുക്കലില്ല. നോമ്പെടുക്കുന്ന സമയത്ത് ഞാനൊരു ഗ്ലാസ് ചുടുവെള്ളമൊക്കെ എടുത്ത് കുടിക്കൽ. തണുപ്പ് തട്ടിയാൽ തൊണ്ടവേദനയും പിന്നെ അതുപോലെ കഫത്തിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. തണുപ്പ് പോലെ ഈ പാൽപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അവണതൊന്നും തണുപ്പൊന്നും എടുക്കലില്ല. മുതൽ ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരിപ്പേക്ക്. അപ്പോൾ അതിന് ഓള് വന്നിട്ടുണ്ട് കേട്ടോ. കയ്യിലേറ്റ് ഞാനിങ്ങനെ ആക്കിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പം ഞാനെന്ത് എളുപ്പം ചെയ്യട്ടെ എന്നാട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഓള് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്താ നോമ്പറക്കാൻ സമയക്കണം. അപ്പം ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് അടിച്ച് വെച്ചാൽ കാണാം ഒരു കയ്പ്പ് രസം. കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ അടിച്ചപ്പോൾ കയ്പ്പ് രസം ഉണ്ടായിരുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുരുവെട്ടിട്ടാണെന്ന് അറിയില്ല, കുറച്ച് മുമ്പായിട്ട് അടിച്ച് വെച്ചിട്ടാണെന്നൊന്നും അറിയില്ല, കയ്പ്പുണ്ടായിരുന്നു. പിന്നെ തരിക്കഞ്ഞും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. തരിക്കഞ്ഞി നമ്മൾ കുറച്ച് പാൽപ്പൊടി കലക്കി കണ്ട് അതിലായിട്ടുണ്ടാക്കിയത്. അപ്പോൾ തരിക്കഞ്ഞി ഈ നോമ്പറക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലൊന്നും ഉണ്ടാക്കണില്ല നോമ്പറക്കുന്ന സമയത്ത്. എല്ലാതും കൂടി കൂടുതലൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാതും കുറേശ്ശെ തന്നെ ഉണ്ടാക്കലുള്ളൂ. ഒരു തണ്ണിമത്തൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഈത്തപ്പായം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സ്നാക്സും അത് തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്നിട്ട് തന്നെ ഇതൊക്കെ കഴിച്ചാൽ തന്നെ ചിലപ്പോൾ കിടക്കാൻ നേരത്താണ് പിന്നെ ആ പത്തിരിയൊക്കെ കഴിക്കുക. പത്തിരി ആവണ ദിവസം കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും ഇനി കടിയൊന്നും വേണ്ട, എന്തായാലും കിടക്കുന്ന സമയത്ത് ചോറ് കഴിക്കാമെന്ന്. അപ്പോൾ ചില ദിവസങ്ങളായിട്ടിട്ട് കടി ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അതാ ഇനി ഓള് തട്ട് വെച്ചിട്ട് ഓളെ കൈയൊക്കെ തട്ടി മാറ്റിയാണ് കേട്ടോ. എന്താണ് ഓള് കുടിക്കൂല്ല. പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ആണ്ടും കൊണ്ടൊക്കെ അങ്ങനെ തട്ടിക്കളയും വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.